ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഇപ്പോൾ നമ്മളുടെ അർജുനൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമല്ലോ. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നതിലത്തെ നമ്മുടെ മെയിൻ മോനാണെന്ന് വെച്ചോ, ഇല്ലെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ 10 ദിവസമായിട്ടും ഈ മന്ത്രിമാർ 2 പേര് പോയിട്ടുണ്ടല്ലോ. ഞാൻ ആരിൻ്റെ പേര് പറയണില്ല. 2 മന്ത്രിമാരും അവിടെ പോയല്ലോ. ഇതിനു മുന്നേ അവിടുത്തെ MLA മാർ, MP മാരും അവിടത്തെയും ഇവിടത്തെയും ആൾക്കാരും എല്ലാം കൂടി ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 11-ാം ദിവസം പോയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുമെന്നും പറഞ്ഞ് ഭയങ്കര വെയിറ്റിലിങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ ഒരാൾ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഈ പറത്തി നടത്തുന്നതിൻ്റെ അതിനങ്ങനെ എന്തൊരു പേര് പറയണ്ടല്ലോ. എനിക്കതൊന്നും പറയാൻ വലിയ പഠിപ്പില്ലാത്ത കാരണം അതൊന്നും പറയാൻ എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നത്, ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ വണ്ടി നിന്ന സ്ഥലം, പിന്നെ മലയിടിഞ്ഞ് വീഴുന്ന സ്ഥലത്ത് നിന്ന് ആ വണ്ടി തള്ളി 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 ഇങ്ങനെ വരുന്നുണ്ട്. വന്ന് ആ കടയിലടിച്ച് ആ കടയടക്കം പിന്നെ പുഴയിലേക്ക് മറിഞ്ഞ് നിരങ്ങി പോണത് കാണുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ ഈ പറയുന്നത്. ഈ അടിഞ്ഞു പോണ സമയത്ത് ഈ മല ഇടിഞ്ഞ് വീണ് ആ വരുന്ന വരവിൽ ആ പെര തലകീഴായി മറിയുന്നു. അർജുനൻ്റെ വണ്ടിയും അതുപോലെ തന്നെ അത് മറിഞ്ഞ് പോകുന്നു. ആ പോണ പോക്കിൽ ആ വെള്ളത്തിൻ്റെ ശക്തിയും ആ മല വന്നതിൻ്റെ ശക്തിയിലും അത് പോയി 60 അടി ദൂരത്ത് പോയി ഒരു മൺകൂനയായി നിന്നു എന്ന് പറയുന്നു. ഒരു സമയം ഈ വണ്ടിയിൽ നിന്ന് ആ ഡോറ് എന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ടാകും. 2 ഡോറും വണ്ടി ഓട്ടിക്കുന്നത് ലോക്ക് ചെയ്തിട്ടാണല്ലോ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയിട്ടുണ്ടാകുക. ഉറങ്ങുകയാണെങ്കിൽ ഇവർ നിഗമനം പറയുന്നു, ഒരാൾ പോണ് കണ്ടു CCTV-യിൽ, അപ്പോൾ കടയിൽ കയറിയിട്ടുണ്ട് എന്ന് പറയുന്നു. 5:30 മണിക്ക് കൂട്ടുകാരൻ വിളിക്കുമ്പോൾ ഉറങ്ങുകയാണെന്നും പറയുന്നു. ഈ കൂട്ടുകാരൻ വിളിക്കാൻ പോയ ടൈമും ഈ മണ്ണ് ഇടിഞ്ഞ് വീഴുന്ന ടൈമും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അർജുനൻ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ പുറത്ത് പോയിരുന്നോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പോൾ വണ്ടിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ആ വണ്ടിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇല്ല, ഇനി ഈ വണ്ടി മറിഞ്ഞ് പോയി എങ്ങനെയെങ്കിലും ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയം ഈ അർജുനൻ എന്ന് പറയുന്ന ആ മോൻ ഡോറ് തുറന്ന് മറിഞ്ഞ ഈ ഇതിൽ പുറത്തേക്ക് വന്ന് നീന്തി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോറ് തുറന്ന് ഇല്ലായിരുന്നെങ്കിൽ വണ്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് തെറ്റിദ്ധാരണ വന്നത് എന്താണെന്നറിയോ? ഒരു 2-3 പേര് ആ മണ്ണിടിച്ചിലിൻ്റെ കുന്നിൻ്റെ ഉള്ളിലാണ്. അവരുടെ വീട്ടുകാരും അത് തന്നെ പറയുണ്ടായിരുന്നു. കുറേ രക്ഷപ്പെടുത്താൻ പോയവരും പറയുണ്ടായിരുന്നു. വണ്ടിൻ്റെ ഉടമസ്ഥൻ പറയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളാരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചില്ല? ഒരു സമയം മല വന്ന് വീണ് ഈ വണ്ടി നിരങ്ങിപ്പോയി ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങളാരും ചിന്തിച്ചില്ല എന്നുള്ളതാണ്. ഇനി ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചാനലിൽ വലിയ ഇതാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഇടാതിരുന്നതും. ഞാനതിപ്പോൾ 2-3-ാമത്തെയാണെന്ന് തോന്നുന്നു ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സമയം ഈ വണ്ടിൻ്റെ ലോക്ക് അതായത് 3 കഷ്ണങ്ങളായി മരങ്ങളെല്ലാം പോയി എന്ന് പറയുമ്പോൾ ആ വണ്ടി നല്ല കനത്തിൽ മറിഞ്ഞ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു സമയം ലോക്ക് തുറന്ന് ആൾ പുറത്തായിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. ഇല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു അവർ. അപ്പം മനുഷ്യൻ്റെ ഇതുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത്. പിന്നെ ആ കുട്ടി ആയുസ്സോട് കൂടിയിട്ട് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞു കുട്ടിക്ക് അവൻ്റെ അച്ഛനെ തിരിച്ച് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സമയം ഈ മണ്ണ് ആ മല ഇടിഞ്ഞ് വരുന്ന അതേ കനത്തിൽ വന്ന് അവിടെ കുന്നുകൂടി വരുമ്പോൾ ആ സമയം ലാസ്റ്റ് എത്ത അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് വണ്ടി അവിടെ പോയി നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനും മതി. ഇപ്പോൾ ചിലപ്പോൾ ആ മറിഞ്ഞതിലത്തെ ആഘാതത്തിൽ ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് വല്ല അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മറുകരയിൽ എവിടെയെങ്കിലും ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നിഗമനമാണ് ഞാനീ പറയുന്നത്. ഏതായാലും ഈ വീണ വണ്ടി മറിഞ്ഞ അർജുനനെ കുറിച്ചിട്ട് ഈ പുഴയിലത്തെ ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞ് അവിടെ ഇല്ലെങ്കിൽ ഈ പുഴൻ്റെ അക്കരയിൽ കുറച്ച് കിലോമീറ്ററോളം ഇങ്ങനെ ഒന്ന് ആ കരയിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ. അതായത് ഈ വണ്ടി ഇപ്പോൾ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് കുറച്ച് ദൂരം മറുകരയിൽ കുറച്ച് ദൂരം ആ സൈഡിൽ കൂടെ പോയിട്ട് കുറച്ച് ജനങ്ങളിൻ്റെ അടുത്തും അവിടെ വീടുകളുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇല്ലെങ്കിൽ ആ പുഴൻ്റെ ഓരത്തൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറയുന്നത്. ഇതിലാരിനെയും കുറ്റം പറയാനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവന് ഒന്നുമില്ലാതെ ദീർഘായുസ്സോടുകൂടി അവൻ വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.